മണ്ഡലകാലം ആരംഭിച്ച് 2 ദിവസമായതേയുള്ളൂ. ശബരിമലയിൽ ഭക്തജന പ്രവാഹമാണ്. എടുത്തു പറയുകയാണെങ്കിൽ മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് തന്നെ ശബരിമലയിലേക്ക് എത്തിയത് 2 ലക്ഷത്തിലധികം ഭക്തരാണ് എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ ശബരിമലയിൽ ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിക്ക് നട അടച്ച ആ ഒരു സമയത്ത് അല്പം തിരക്ക് അനിയന്ത്രിതമായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുവാനും ശബരിമലയിലെത്തുന്ന ഏതൊരാൾക്കും സുഗമമായ ദർശനം സാധ്യമാക്കുവാനും സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ സജ്ജമായിരുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ ഭക്തജനങ്ങളുടെ വൻ തിരക്ക് കണക്കിലെടുത്ത് 1 മണിക്കൂർ ദർശന സമയം വർദ്ധിപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. വളരെ കാര്യക്ഷമമായ ശാസ്ത്രീയമായ തിരക്ക് നിയന്ത്രണ സംവിധാനങ്ങളിലൂടെയാണ് സന്നിധാനത്ത് ഈ മണ്ഡലകാലം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യവും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ശബരിമലയിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുടെയും മറ്റും എല്ലാ വിശദ വിവരങ്ങളുമായി ഇപ്പോൾ നമ്മളോടൊപ്പം അഖിൽ TS ചേരുകയാണ്. സിന്ധൂരി മുൻവർഷങ്ങളിൽ നിന്ന് വിപരീതമായി വലിയ രീതിയിലുള്ള തീർത്ഥാടകരുടെ ഒഴുക്കിനാണ് ശബരിമല സന്നിധാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ വൃശ്ചിക മാസത്തിന്റെ ആദ്യ നാളുകളിൽ 50,000-ൽ താഴെ മാത്രം ആളുകളാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിയിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല. കേവലം ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന്റെ 2ാം ദിനം പിന്നിടുമ്പോൾ 2.5 ലക്ഷത്തിലധികം ആളുകൾ തീർത്ഥാടനം പൂർത്തിയാക്കി ശബരിമലയിൽ നിന്നും മടക്കി. അത്തരത്തിൽ വലിയ രീതിയിലുള്ള തീർത്ഥാടകരുടെ ഒഴുക്കാണ് നിലവിൽ ശബരിമലയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ തീർത്ഥാടകരുടെ പ്രവാഹത്തിന്റെ ഭാഗമായി ചില നിയന്ത്രണങ്ങൾ ശബരിമലയിൽ ഏർപ്പെടുത്തേണ്ടി വന്നു. ചിലപ്പോഴൊക്കെ ഭക്തർക്ക് ചെറിയ രീതിയിലുള്ള കാത്തിരിക്കേണ്ടതായി വന്നു. എന്നാലും അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചപൂജയ്ക്ക് ശേഷം 1 മണിക്ക് നട അടയ്ക്കേണ്ടിരുന്ന ശബരിമലയിലെ ദർശന സമയം 1 മണിക്കൂർ കൂടെ വർദ്ധിപ്പിച്ചുകൊണ്ട് 2 മണി വരെ നീട്ടി. അത്തരത്തിൽ നിയന്ത്രണങ്ങൾ വരുത്തി 2 മണി വരെ നീട്ടി. തുടർന്ന് 3 മണിക്ക് വീണ്ടും നട തുറന്ന് രാത്രി 11 മണി വരെ വീണ്ടും ദർശന സമയം കൊടുത്ത് അനിയന്ത്രിതമായ തിരക്കിനെ പോലീസിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും കൃത്യമായ ഏകോപനത്തിലൂടെ കുറച്ചുകൊണ്ടുവന്ന് ശബരിമലയിലെ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ കഴിഞ്ഞു. ശബരിമലയിലെത്തുന്ന ഓരോ ഭക്തരും ഉന്നയിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യവും ക്രിയാത്മകവുമായ പരിഹാരം കാണുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ അറിയിച്ചു. അതുകൊണ്ടാണ് നിലയ്ക്കലിലേക്ക് നമ്മൾ സ്പോട്ട് ബുക്കിംഗ് സബ്സ്റ്റാൻഷ്യലായിട്ട് മാറ്റുകയാണ്. അവിടെ നിൽക്കാം, കിട്ടുന്ന വന്നാൽ മതി. പമ്പയിലുണ്ട് ഇപ്പോൾ 3 കൗണ്ടർ തൽക്കാലത്തേക്ക് കുറയ്ക്കും. അതെങ്കിലും വിട്ട് വന്നാൽ ഇവിടെ വേണമല്ലോ. സൗകര്യം വേണമല്ലോ. സ്പോട്ട് ബുക്കിംഗ് വേണ്ടി 7 കൗണ്ടർ ഇന്ന് രാത്രിയോട്ട് വരും. ബോർഡ് വയ്ക്കും 20,000 സ്പോട്ട് ബുക്കിംഗ് എടുക്കുകയാണ്. ഇപ്പോൾ കുറച്ചൊക്കെ നാളേക്ക് നേരത്തെ ഒരുപാട് പറയുന്നത് അത് കുറിച്ച് 2 മണിക്കൂർ വന്ന് സമ്മതികൾ മാറുന്നതാകും. ആളുകൾ വരും. സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിലെത്തുന്ന ഭക്തർ അതിൻ്റെതായ മുന്നൊരുക്കങ്ങളോടുകൂടി ശബരിമലയിലേക്ക് എത്തണമെന്നും ശബരിമലയിലേക്ക് എത്തുന്ന ഒരു ഭക്തരെ പോലും തിരിച്ചയക്കില്ലെന്നും എല്ലാവർക്കും സുഖകരമായ ദർശനം ഉറപ്പാക്കുമെന്നും ADGP S. ശ്രീജിത്ത് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഭക്തജന തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ആ തിരക്ക് വരുമ്പോൾ ക്ഷമയില്ലാത്ത കുറേ ഭക്തന്മാർ ഊടുവഴികളിലേക്ക് കയറി വന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമാണ്. അത് പരിഹരിക്കാനുള്ള ശക്തി നമുക്കുണ്ട്. ഇപ്പോൾ ഒരു നിയന്ത്രണ വിധേയമല്ലാത്ത പ്രശ്നം ഇപ്പോൾ നിലവിലില്ല. ഉറപ്പാണല്ലോ, ഒരു സംശയം വേണ്ട. ഒന്ന് എല്ലാവർക്കും ദർശനം കിട്ടും. എല്ലാവരെയും നമ്മൾ മുകളിലേക്ക് കയറ്റും. ഒന്ന് ക്ഷമിച്ച് കാത്തു വെക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇത്തരത്തിൽ തീർത്ഥാടകരുടെ പ്രവാഹം സന്നിധാനത്തേക്ക് ഉണ്ടാകുമ്പോഴും സന്നിധാനത്തെ സ്ഥിതി വളരെയധികം ശാന്തമാണ്. കൃത്യമായ ഏകോപനത്തിലൂടെ സർക്കാരും പോലീസും ദേവസ്വം ബോർഡും അതിന് ചുക്കാൻ പിടിക്കുന്നു. സിന്ധൂരി അഖിലാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.